ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമുക്കൊരു ലിപ് ബാം ഉണ്ടാക്കിയാലോ. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ലിപ് ബാം ആണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ബീട്രൂട്ട് തൊലി കളഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യ് എടുത്തിട്ടുണ്ട്. ഉരുക്കിയ നെയ്യ് വേണം കേട്ടോ എടുക്കാൻ, എന്നാലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഉരുക്കിയ നെയ്യേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെയുള്ള ഇൻഗ്രീഡിയൻറ്റ് തേനാണ് കേട്ടോ. നല്ല അടിപൊളി കാട്ടുതേനാണത്. മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ബീട്രൂട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ല പോലെ ക്രഷ് ചെയ്തെടുക്കണം കേട്ടോ. നല്ല പോലെ ക്രഷ് ചെയ്തെടുക്കണം. അതിൻ്റെ നീരാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ കുറച്ച് വെള്ളം യൂസ് ചെയ്തിട്ടുണ്ട്. ശരിക്കും വെള്ളം യൂസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ നീര് പറ്റ കുറവായാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇത് നല്ല പോലെ അരിച്ചെടുക്കണം കേട്ടോ. നല്ല പോലെ അരിച്ചെടുക്കണം. കട്ടയില്ലാതെ വേണം നമുക്ക് നീര് കിട്ടാൻ. അപ്പോൾ നല്ല പോലെ അരിച്ചെടുക്കണം. ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത ഒരു ലിപ് ബാമാണ് കേട്ടോ. കാരണം നമ്മൾ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് തന്നെ തയ്യാറാക്കുന്നത് കൊണ്ട് തന്നെ ഒരു സൈഡ് എഫക്റ്റും നമുക്കുണ്ടാവില്ല ഇതോട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. കാരണം നല്ല കടയിൽ നിന്ന് വാങ്ങിക്കുന്നതിനേക്കാൾ ഏറെ നമുക്ക് വീട്ടിലുണ്ടാക്കുന്നതല്ലേ കൂടുതൽ നല്ലത്. ഇത് നല്ല പോലെ അരിച്ചെടുത്തതിന് ശേഷം നമുക്ക് മറ്റ് ഇൻഗ്രീഡിയൻസ് ചേർക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇത് നല്ല പോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേവിക്കണം കേട്ടോ. വറ്റിച്ചെടുക്കണം. വേവിച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് വറ്റിച്ചെടുക്കണം. എന്നാലും ഇതിലുള്ള വെള്ളമൊക്കെ പോവുള്ളൂ കേട്ടോ. നമുക്ക് തിക്കായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അതിന് ഒരു 5 മിനിറ്റ് മതിയാവും ജസ്റ്റ് വറ്റിച്ചെടുക്കാൻ. ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് വറ്റിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല പോലെ വറ്റിച്ചെടുക്കണം. കാരണം ഇതിൽ നമുക്കൊരു വെള്ളമോ ഇതൊന്നും പറ്റില്ല. അപ്പോൾ നല്ല പോലെ വറ്റിച്ചെടുക്കണം. എന്നാലേ നമുക്ക് ഇത് നല്ലൊരു ഷെയ്ഡായിട്ട് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിവിടെ ഹൈ ഫ്ലെയിമിലിട്ടിട്ടാണ് ചെയ്തെടുത്തിട്ടുള്ളത് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഏകദേശം വറ്റാറായിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റിയൊരു ലിപ് ബാമാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ തൊലിയൊന്നും ശരിക്കും കളയേണ്ടതില്ല. അതും നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. നമുക്ക് ലിപ്സ്റ്റിക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇത് നല്ല പോലെ വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇങ്ങനെ ഒരു കട്ടിയുള്ള മിശ്രിതമായിട്ടാണ് നമുക്ക് കിട്ടുക. എന്നിട്ട് നമുക്ക് അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ. ഉരുക്കിയ നെയ്യ് തന്നെ വേണം. അത് അധികം ആവാനും പാടില്ല കേട്ടോ. ഞാനിവിടെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഏകദേശം എടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ തന്നെ മതിയാവും കേട്ടോ. കാരണം നെയ്യ് ഓവറായാലും നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. നെയ്യ് നമ്മളെ ലിപ്പിന് നല്ലത് തന്നെയാണ്. പക്ഷേ നമുക്ക് ഈ ലിപ് ബാം ഉണ്ടാക്കുമ്പോൾ അത് കൂടിയാൽ നമുക്ക് ശരിക്കും കിട്ടില്ല, പെർഫെക്റ്റ് ആയിട്ട് കിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ തേൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല പോലെ മിക്സ് ചെയ്യണം കേട്ടോ. തേൻ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നല്ല പോലെ മിക്സ് ചെയ്താലേ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് ബാം കിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടാതെ തന്നെ നോക്കണം കേട്ടോ. കാരണം നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ അപ്ലൈ ചെയ്യണമെങ്കിൽ വെള്ളത്തിൻ്റെ അളവൊക്കെ കൂടാതെ നോക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ മിക്സ് ചെയ്യണം. എന്നാലേ നമുക്കൊരു കൺസിസ്റ്റൻസി കിട്ടുള്ളൂ. അപ്പോൾ ഞാനിവിടെ നല്ല പോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ചെറിയ ബൗൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ബീട്രൂട്ട് ലിപ് ബാം എന്നൊക്കെ പറയാം കേട്ടോ. നമുക്ക് നമ്മൾ പുറത്ത് പോകുമ്പോഴേക്ക് ബാഗിൽ കൊണ്ട് നടക്കാൻ പറ്റിയൊരു ബൗളാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് ഫില്ലാക്കി കൊടുക്കാം. നല്ല സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ, ഈ ലിപ് ബാമിൻ്റെ. നമ്മൾ കടകളിലൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതൊക്കെ പലതും ചേർത്ത് വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിത് ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് അടക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ അതൊക്കെ ഫില്ലാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിത് തണുപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഫ്രീസറിലാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. ഒരു 10-15 മിനിറ്റ് ഏകദേശം വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ഇതാണ് കേട്ടോ, ഫ്രീസറിലൊക്കെ വെച്ചാൽ ഇതിനേക്കും അടിപൊളിയായി കിട്ടും. അപ്പോൾ ഞാനിത് ജസ്റ്റ് എൻ്റെ കയ്യിലൊന്ന് കാണിക്കാം ഇതിട്ടിട്ട്. അപ്പോൾ നല്ല ഷെയ്ഡാണ് കേട്ടോ. നല്ലൊരു ഷെയ്ഡാണ്. നമ്മളെ ചുണ്ടൊക്കെ പെർഫെക്റ്റ് ആയിട്ട് ഒരു ലിപ്സ്റ്റിക് ഇട്ട പോലെ തന്നെ ഉണ്ടാവും കേട്ടോ. നല്ല കളർ ഉണ്ടാവും. ലിപ്സിൻ്റെ പിഗ്മെൻറ്റേഷനും ഡാർക്ക്നെസ്സും ഒക്കെ പോകാൻ ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡ്രൈ ആയതൊക്കെ മാറിക്കിട്ടും കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ വന്നിരിക്കും. ബൈ.